ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ആറാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാലോ. ആറാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫറവോയുടെ മുൻപിൽ ദൈവം അഹ്റോൻ വഴി പ്രവർത്തിച്ച അടയാളം എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 43-ലാണ്. അഹ്റോൻ വടി ഫറവോയുടെയും സേവകരുടെയും മുമ്പിലിട്ടു, അത് സർപ്പമായി മാറി. അഹ്റോൻ തൻ്റെ കയ്യിലിരുന്ന വടി ഫറവോയുടെയും സേവകരുടെയും മുമ്പിലിട്ടപ്പോൾ അതൊരു സർപ്പമായിട്ട്, പാമ്പായിട്ട് മാറി. അതായിരുന്നു പ്രവർത്തിച്ച അടയാളം. ദൈവം ഈജിപ്തിന് മേൽ 10 പാതകൾ അയക്കാൻ കാരണമെന്ത്? ദൈവം ഈജിപ്തിൻ്റെ മേൽ 10 പാതകൾ അയക്കുന്നുണ്ട്. അത് അയക്കാൻ എന്താ റീസൺ? പേജ് നമ്പർ 43-ൽ 10 പാതകൾ എന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ പാരഗ്രാഫാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. കഠിന ഹൃദയനായ ഫറവോ മോശയുടെയും അഹ്റോൻ്റെയും അപേക്ഷകളൊന്നും കേട്ടില്ല. എന്താണ് ഫറവോയോട് വന്ന് പറഞ്ഞത്? 3 ദിവസം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവരെ മരുഭൂമിയിലേക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനായി ഇസ്രായേൽക്കാരെ വിട്ടയക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട്. പക്ഷെ അത് ഫറവോ സമ്മതിച്ചില്ല. അപ്പോൾ ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് 10 പാതകൾ ഈജിപ്തിലേക്ക് അയച്ചു. കഠിന ഹൃദയനായ ഫറവോ മോശയുടെയോ അഹ്റോൻ്റെയോ വാക്ക് കേട്ടില്ല. 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. അപ്പോൾ ദൈവം ഒന്നിനു പുറകെ ഒന്നായി 10 പാതകൾ അയച്ചു. കർത്താവിൻ്റെ പെസഹ എപ്രകാരം ഭക്ഷിക്കണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്? അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 44-ൽ ബ്ലൂ കളറിലുണ്ട്. ടീച്ചർ വായിക്കാം. ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്: അരമുറുക്കി, ചെരുപ്പുകൾ അണിഞ്ഞ്, വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ കറക്റ്റായിട്ട് വരുന്നത് എങ്ങനെയാണത് ഭക്ഷിക്കേണ്ടത്? അരമുറുക്കി, ചെരുപ്പുകൾ അണിഞ്ഞ്, വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതാണ് അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ. കടന്നുപോകൽ. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കടന്നുപോകൽ. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാളിലൂടെ ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറാണ് കേട്ടോ. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാളിലൂടെ ഇസ്രായേൽ ജനം ആഘോഷിച്ചത്.